വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മുന്നണിയിലെ എല്ലാ പാർട്ടികളും ഈ പോളിങ്ങിൻ്റെ നില വെച്ചുകൊണ്ട് എന്താണ് ഓരോ സ്ഥലത്തുള്ള യഥാർത്ഥ സ്ഥിതി എന്നുള്ളത് വിശകലനം ചെയ്തതിന് ശേഷമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇക്കാര്യത്തിൽ CPM തമ്മിലൊരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. അത് പരിശോധിക്കുന്നു തന്നെയാണ് പറഞ്ഞത്. അത് CPM പരിശോധിക്കുന്നു തന്നെയാണ് പറഞ്ഞത്. ബിനോയ് വിശ്വവും ആ കാര്യങ്ങൾ വ്യക്തത വരുത്തി പറഞ്ഞിട്ടുണ്ട്. ഞാനും ഇന്നലെ വ്യക്തത വരുത്തി പറഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ വയനാട് മാത്രമല്ല, വയനാട്, പാലക്കാട്, ചേലക്കര, ഈ 3 മണ്ഡലങ്ങളെയും, വയനാട് പാർലമെൻറ്റ് മണ്ഡലം, പാലക്കാട് അസംബ്ലി മണ്ഡലം, ചേലക്കര അസംബ്ലി മണ്ഡലം, ഇതെല്ലാം തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ പരിശോധന ഈ കാര്യത്തിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള നിലപാട് തന്നെയാണ് മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ സ്വീകരിക്കുക. അവിടെ എല്ലാ സന്ദർഭത്തിലും ഞങ്ങൾ ആ ഒരു സമീപനം അംഗീകരിക്കാറുണ്ട്. ഉണ്ടായിട്ടില്ലല്ലോ വയനാട്ടിൽ. അതെങ്ങനെയാ അങ്ങനെ തോന്നുക? വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ 2 കേന്ദ്രത്തിൽ മുഖ്യമന്ത്രി തന്നെ ക്യാമ്പയിനിൽ വളരെ സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ മോബിലൈസേഷൻ ഉണ്ടാക്കിയിട്ടുള്ള പരിപാടി അതാണ്. പിന്നെ അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ വയനാട് മണ്ഡലത്തിൻ്റെ ഒരു പൊതുസ്ഥിതി. 3 തെരഞ്ഞെടുപ്പ് നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ആളുകളാണ് 3 തെരഞ്ഞെടുപ്പ് മത്സരിച്ചത്. അതിൻ്റെയൊക്കെ പ്രത്യേകത വയനാട് മണ്ഡലത്തിലുണ്ട്. അതിൻ്റെ എല്ലാ നിലയും രാഷ്ട്രീയമായി ഞങ്ങൾ പരിശോധിച്ച് എവിടെയെങ്കിലും കുറവ് പറ്റിയിട്ടുണ്ടോ, എന്താണ് നമുക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത്, ഇതിൻ്റെ എല്ലാ വശങ്ങളും വയനാട് തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നണി പൊതുവെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. എല്ലാ പാർട്ടികളും ഇത് സംബന്ധിച്ചുള്ള പരിശോധന. പാലക്കാട് മണ്ഡലത്തിലെ വിവാദങ്ങളൊക്കെ ശരിക്കും UDF-നല്ലേ ഗുണം ചെയ്തത്? ഓരോ ട്രോളി അടക്കം പല ചർച്ചകൾ അവിടെ നടന്നു. അവസാനം ഒരു അങ്ങനെയൊന്നും ഇലക്ഷൻ കാലത്ത് വിലയിരുത്താൻ കഴിയുന്നില്ല. പാലക്കാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുൻ തെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയതിനേക്കാളും വോട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3-ാം സ്ഥാനത്താണ് പാലക്കാട് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ. ആ സ്ഥിതിയാണ് ഇപ്പോഴും തുടരുന്നത്. എന്നാലും തെരഞ്ഞെടുപ്പിൽ മുന്നേറുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമം പാലക്കാട് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ശ്രദ്ധേയമായ ത്രികോണ മത്സരം എന്നുള്ള നിലയിൽ പാലക്കാട് ഉയർന്നു വന്നിരുന്നു. അതെല്ലാം അവിടെ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ പാലക്കാടിൻ്റെ